അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഹ്യാ ഉലൂമിദ്ദീനിലെ മറ്റൊരു അധ്യായത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അത് ഉപജീവനവുമായും അധ്വാനവുമായും ജോലിയുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ഭൗതികമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഭൗതിക വിഭവങ്ങൾ തേടുന്നതിനെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച്, കർമ്മശാസ്ത്ര വിധികളെക്കുറിച്ച്, അതിലെ മൂല്യങ്ങളെയും മര്യാദകളെയും കുറിച്ച് ഒക്കെ ഈ അധ്യായങ്ങളിൽ സവിസ്തരം വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ആറാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് മക്കന്നാകും ഫിൽ അർള് വജഅൽനാ ലക്കും മആയിഷ് ഖലീലം മാ തഷ്കുറൂൻ. ഈ ഭൂമിയിൽ നിങ്ങളെ അധിവസിപ്പിച്ചത് അവനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ജീവിത വിഭവങ്ങൾ, അത് തേടുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ അള്ളാഹു ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സൂറത്തുൻ നബയിൽ പറയുന്നുണ്ടല്ലോ, വജഅൽന നഹാറ മആഷ. പകലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിച്ചമുള്ളതാക്കി മാറ്റിയത് എന്തിനാണ് എന്നതിൻ്റെ ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ വിഭവങ്ങൾ തേടാൻ ആവശ്യമായ രീതിയിൽ ജോലിയെടുക്കാനും അധ്വാനിക്കാനും യാത്രകൾ ചെയ്യുവാനും ഇടപാടുകൾ നടത്തുവാനും ഒക്കെയുള്ള ഒരു സൗകര്യാർത്ഥം ആ പകലിനെ വെളിച്ചമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ധാരാളം പ്രവാചക അധ്യാപനങ്ങളുണ്ട് അധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഹൈറായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതിൽ നിന്ന് ഭക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. വ്യാപാരത്തെ, കച്ചവടത്തെക്കുറിച്ച് പറയുന്ന ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. നമുക്കെല്ലാം സുപരിചിതമായൊരു ഹദീസാണല്ലോ, സത്യസന്ധനായ ഒരു വ്യാപാരി, ഒരു കച്ചവടക്കാരൻ നാളെ സ്വർഗത്തിൽ സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെയായിരിക്കും അവരുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ എത്രമാത്രം കച്ചവടം എന്ന് പറയുന്ന, ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ എത്രമാത്രം ഹൈറായതായിട്ടാണ് കാണുന്നത്. അതിലുള്ള സത്യസന്ധത വളരെ പ്രധാനമാണ്. ഈ യാചനയെക്കുറിച്ച്, അതായത് ഒരാൾക്ക് അധ്വാനിക്കാൻ ശേഷിയുണ്ടായിരിക്കെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്നതിനെ ഇസ്ലാം വിലക്കുന്നുണ്ട്, അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ യാചനയുടെ വാതിൽ സ്വയം തുറക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവൻ്റെ മുമ്പിൽ ദാരിദ്ര്യത്തിൻ്റെ 70 വാതിലുകൾ തുറക്കുമെന്നാണ് പറഞ്ഞത്. അത് യാചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എത്രമാത്രം കണിശമായി നിലപാട് സ്വീകരിച്ചത് കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഇഹലോകവുമായോ പരലോകവുമായിട്ടോ ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ അവിടെ രണ്ടിടത്തും ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ ഉപകാരമുള്ള ഒരു പണിയും ചെയ്യാതെ ഇരിക്കുന്ന ആളെ ഞാൻ വെറുക്കുന്നു. അതായത് ഒരാൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഒന്നുകിൽ ഈ ലോകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പരലോകത്തേക്ക് ഗുണകരമായ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അത് രണ്ടുമില്ലാതെ വെറുതെ ഇരിക്കുന്ന ആളെ ഞാൻ വെറുക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്രാഹിമിൻ നഖയിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു സത്യസന്ധനായ വ്യാപാരിയെയാണോ ഒരു അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കുന്ന, പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ ആരാധനകളുമായി കഴിയുന്ന ഒരാളോടാണോ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സത്യസന്ധനായ വ്യാപാരിയോടാണ്. കാരണം അദ്ദേഹം വിശദീകരിക്കുന്നത്, അങ്ങനെയുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ഒരാൾ ഒരു സമരമുഖത്താണുള്ളത്. കാരണം ഹലാലിൻ്റെയും ഹറാമിൻ്റെയും, ആളുകളെ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും ഒക്കെ നടത്തുന്ന അത്തരമൊരു ഇടത്ത് നിന്നുകൊണ്ട് സത്യസന്ധതയും തെക്കുവയും കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഉയർന്ന മൂല്യബോധമുള്ളവർക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരം മേഖലയിൽ സത്യസന്ധത കാണിക്കുന്നവരെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നത് ഇത് നമ്മളുടെ ജീവിതത്തിലെ ജോലിയുമായും അധ്വാനവുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന മറ്റൊരു കാര്യം, ചില ആളുകൾക്ക് പക്ഷേ ജോലി എടുക്കുന്നതിനേക്കാൾ അവർ മറ്റു ചില പണികൾ ചെയ്യുന്നതാണ് ഹൈറ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അധ്വാനങ്ങളും ജോലിയും കച്ചവടങ്ങളും കൃഷിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെയും ചില ആളുകൾക്ക് അവർ ഉപജീവന മാർഗത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ നല്ലത് അവർ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതിലൊന്ന്, ദീനിന് വേണ്ടിയിട്ട് സദാസമയവും ശാരീരികമായി അധ്വാനിക്കേണ്ടി വരുന്ന ആളുകൾ എന്നാണ്. അങ്ങനെ ദീനിന് വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട ആളുകളുണ്ടാകും. അവർ പക്ഷേ ജോലിയിലേക്കും മറ്റും പോയാൽ ദീനിന് ലഭിക്കേണ്ട സേവനങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ആ ദീനീ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് ആ സമയം വിനിയോഗിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടർ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിക വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ.
അവർ ചിലപ്പോൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി മറ്റു ജോലികൾ തേടിപ്പോയാൽ ദീനി പ്രവർത്തനത്തിന് അറിവിൻ്റെതായ മേഖലയിൽ മുന്നോട്ട് പോകുന്നതിന് ചിലപ്പോൾ അവർക്ക് കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവരും ഉപജീവന മാർഗം മാറ്റിയിട്ട് അറിവിൻ്റെ മേഖലയിൽ കൂടുതൽ മുന്നോട്ട് പോവുകയും അത് മുഖേന ആളുകൾ ആ അറിവ് കൊണ്ട് ആളുകളെ സേവിക്കുകയും ചെയ്യുക എന്നതായിരിക്കും അവർക്ക് ഉത്തമമായത്. മറ്റൊരു വിഭാഗത്തെ പറയുന്നത് ഭരണാധികാരികൾ, അതുപോലെ ഖാളി, ഇങ്ങനെയുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളെ മുഴുവനായും സേവിക്കേണ്ടവരാണ്. അവരുടെ മുഴുവൻ സമയവും അധ്വാനവും ആ നാടിനും അവിടുത്തെ ജനങ്ങൾക്കും നൽകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഉപജീവനത്തിന് വേണ്ടി മറ്റു ജോലികൾ തേടുമ്പോൾ ഇതിൽ വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ, ഈ പറയുന്ന കൂട്ടർക്കൊക്കെയും ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കുകയും അങ്ങനെ അവർ ജനങ്ങൾക്കും സമൂഹത്തിനും ചെയ്യുന്ന സേവനങ്ങൾ കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അവരെ സാമ്പത്തികമായി ബൈത്തുൽ മാലിൽ നിന്ന് സഹായിക്കുകയാണ് വേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നല്ലോ. അദ്ദേഹം ഖലീഫയായി ചുമതല ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കച്ചവടം നിർത്താനും കൂടുതൽ സമയം ഇത്തരം ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാനും അനുയായികൾ ആവശ്യപ്പെട്ട ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീടുള്ള അധ്യായങ്ങളിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടും അധ്വാനവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിഖ്ഹിപരമായ ധാരാളക്കണക്കിന് ചർച്ചകൾ അതിൽ വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇതിൽ മറ്റുള്ളവരോടുണ്ട, പ്രത്യേകിച്ച് കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അദ്ദേഹം സംസാരിക്കുന്നത്, പരക്ഷേമ തൽപരത, ഏതൊരു കച്ചവടക്കാരനായ ആൾക്കുണ്ടാവേണ്ട, അത്തരം ജോലിയൊക്കെ എടുക്കുന്ന ആളുകൾക്കുണ്ടാവേണ്ട മറ്റുള്ളവരോടുള്ള ഒരു ഗുണകാംക്ഷ മനസ്സ് എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നിടത്ത് ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം അമിതമായി ലാഭം എടുക്കാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാഭം എന്ന് പറയുന്നത് കച്ചവടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ലാഭം ഉണ്ടാകുമ്പോഴാണ് അവരുടെ ഉപജീവനം മുന്നോട്ട് പോവുക, കച്ചവടം വളരുക. പക്ഷെ അതിലെ ഒരു ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതമായി ലാഭം എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര വരെ ലാഭം എടുക്കാം എന്നത് നിർണ്ണയിക്കാൻ പറ്റുമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നും അഭിപ്രായമുണ്ട്. നിർണ്ണയിക്കാൻ പറ്റുമെന്ന് പറയുന്ന ആളുകൾ 1/3 കൂടുതൽ ലാഭം എടുക്കാൻ പാടില്ല. അതായത് എത്രയാണോ അതിന് വില എത്ര വിലക്കാണോ അത് വാങ്ങിയിട്ടുണ്ടാവുക, അതിൻ്റെ 1/3 വർധനവ് കൊണ്ട് ലാഭം എടുക്കാം, അതിലപ്പുറം എടുക്കരുത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട് ആ അഭിപ്രായം എനിക്കില്ല. ഒരു ലാഭം എന്ന് പറയുന്നത് അതിൽ ആളുകൾക്കുള്ള ഉപകാരവും ആ കച്ചവടക്കാരൻ അതിനു വേണ്ടി നിൽക്കുന്ന റിസ്ക്കും അങ്ങനെ കുറേ ഘടകങ്ങളുണ്ടാവും. എന്തായാലും പരസ്പര സംതൃപ്തി എന്നുള്ളതാണ് അത്. എന്നിരുന്നാലും അമിതമായി ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു രൂപത്തിലേക്കുള്ള ഒരു ലാഭം, കാരണം ഒരു കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കേണ്ട ആളാണ്, അവർക്ക് വേണ്ട വിഭവങ്ങൾ അവരിലേക്ക് എത്തിക്കേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആളുകൾക്കൊരു സൗകര്യം എന്ന് പറയുന്നത് പ്രധാനമായതുകൊണ്ട് അമിതമായ അർത്ഥത്തിൽ ലാഭം എടുക്കാൻ പാടില്ല എന്ന് 2-3 സംഭവങ്ങൾ അദ്ദേഹം അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാന്മാരായ ചില ആളുകളെ കുറിച്ച് അതിൽ പറയുന്നൊരു സംഭവം, ഒരു ഭക്തനായ ഒരു പണ്ഡിതനായ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കടയിൽ വസ്ത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. 400 ദിർഹത്തിൻ്റെയും 200 ദിർഹമുകളുടെയും വസ്ത്രമാണ് ഉണ്ടായിരുന്നത്. കടയിൽ ഒരു ജോലിക്കാരനും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇദ്ദേഹം പുറത്തു പോയ സമയത്ത് ജോലിക്കാരൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരാൾ സാധനം വാങ്ങാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം അദ്ദേഹം തിരഞ്ഞെടുത്തു. അതിന് 200 ദിർഹമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ വസ്ത്രം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ആ കടയിലുണ്ടായിരുന്ന ആ ജോലിക്കാരൻ അതിൻ്റെ വില 400 ദിർഹമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം സംതൃപ്തിയോടുകൂടി 400 ദിർഹം കൊടുത്ത് ആ വസ്ത്രം വാങ്ങി പോവുകയാണ്. വഴിയിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ യൂനുസ് ബിൻ ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹമാണ് ആ കച്ചവടക്കാരൻ. അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് എൻ്റെ കടയിലെ വസ്ത്രമാണല്ലോ, താങ്കൾ ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണോ? അതെ, ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇതിനെന്ത് വില കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ 400 ദിർഹം കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് 200 ദിർഹമിൻ്റേതാണ്, എൻ്റെ ഷോപ്പിലേതാണ്. അപ്പോൾ ആ വാങ്ങിയ ആൾ പറഞ്ഞു, അത് പ്രശ്നമല്ല, എൻ്റെ നാട്ടിലൊക്കെ ഇത് 500 ദിർഹമിന് മുകളിലാണ്, അതുകൊണ്ട് ഈ 400 എന്ന് പറയുന്നത് എനിക്ക് പ്രശ്നമല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് ശരിയല്ല, കാരണം അത് അമിതമായ ലാഭമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വസൂലാക്കിയ പൈസ തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ മൂല്യം എന്ന് പറയുന്നത് അത് ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ്, അല്ലെങ്കിൽ നഷ്ടം സഹിക്കുക എന്ന് പറയുന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ചില സമയത്ത് കച്ചവടക്കാരൻ നഷ്ടം സഹിക്കേണ്ടി വരും. അതിൻ്റെ സന്ദർഭം അദ്ദേഹം പറയുന്നത്, ചിലപ്പോൾ ചില കർഷകരായ ആളുകളുണ്ടാകും, അവർ ചിലപ്പോൾ ദരിദ്രരായിരിക്കും. അവർ കൃഷി ചെയ്തുണ്ടാക്കിയ ചില സാധനങ്ങൾ അവർ നമ്മളുടെ കടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന സമയത്ത് ആ സാധനത്തിന് എന്താണോ വില അതിനേക്കാൾ കുറച്ച് കൂടുതൽ അവർക്ക് നൽകുന്ന ചില ആളുകളുണ്ടാകും. അതെന്തിനാണ്? അത് അവരുടെ ഒരു ദാരിദ്ര്യം പരിഗണിച്ച് അവരെ സഹായിക്കലാണ്.
അപ്പോൾ ഇത് ശരിക്കും ഒരു കച്ചവടത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഇതൊരു നഷ്ടം സഹിക്കലാണ്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം അവർക്ക് സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ ഒരു ആത്മാഭിമാനത്തിന് നല്ലത് അവരൊരു സാധനം കൊടുന്നു തരുമ്പോൾ അതിനൊരു മുന്തിയ വില കൊടുത്ത് അത് അവർക്ക് നൽകുമ്പോൾ അവർക്കും ഒരു ആത്മാഭിമാനം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളും ചിലപ്പോൾ കച്ചവടക്കാരിൽ നിന്ന് ഉണ്ടാവേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൂന്നാമത് വിട്ടുവീഴ്ചയെക്കുറിച്ചാണ്. അത് പ്രത്യേകിച്ച് കടമൊക്കെ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും. ചില ആളുകൾ സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ കടമായിട്ട് പറയും. അങ്ങനെ കടമായിട്ട് പറയുന്ന സമയത്ത് ഇന്ന ദിവസം തിരിച്ചു തരാം, ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ തരാം എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നാൽ ആ സമയത്ത് അവർക്ക് തിരിച്ചു തരാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് അതിൽ നിങ്ങൾ നിർബന്ധം പിടിച്ച് അവരിൽ നിന്നത് നിർബന്ധപൂർവ്വം വാങ്ങിയെടുക്കുക എന്നുള്ളതല്ല, അതൊന്ന് അവധി നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം കടം വാങ്ങുന്ന ആളുകളോട് അദ്ദേഹം പറയുന്ന ചില കാര്യം, അതിലും ഒരു ഇഹ്സാനുണ്ട്. ഇപ്പോൾ കടം കൊടുത്ത ആൾ അവർക്ക് കുറച്ച് അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളത് നല്ലതാണെന്നതുപോലെ തന്നെ കടം വാങ്ങിച്ച ആൾക്ക് ഉണ്ടാവേണ്ട ഒരു ഇഹ്സാന് അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഒരാൾ തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കടം വാങ്ങിയാൽ അള്ളാഹു അവരെ പ്രത്യേകമായിട്ട് സഹായിക്കുന്നതാണ്. അത് വീട്ടാൻ വേണ്ടി പ്രത്യേകം സഹായിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവസാനത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്ദേശശുദ്ധിയാണ്. ഇപ്പോൾ ഒരാൾ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ, അതുപോലെ തന്നെ ഒരു കച്ചവടത്തിലോ മറ്റുള്ള അധ്വാന പരിശ്രമങ്ങളിലോ ഒക്കെ ഏർപ്പെടുമ്പോൾ അവരുടെ നീയത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പടച്ചോൻ എന്നോട് കൽപ്പിച്ചൊരു കാര്യമാണ്. കാരണം ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അധ്വാനിക്കണമെന്നും സമ്പാദിക്കണമെന്നും അത് നമ്മളുടെ ചുമതലയാണ്. ഈ അർത്ഥത്തിലൊരു ദീനീപരമായ ഒരു ബാധ്യത കൂടിയാണ് ഞാൻ നിർവഹിക്കുന്നത്. അതുപോലെ യാചന, അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തെ മറികടക്കാൻ ഞാൻ അധ്വാനിക്കുന്നു എന്ന് പറയുന്ന ഒരു ഉദ്ദേശം അതിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേവലം ഒരു ഭൗതികമായ ഒരു വിഭവങ്ങൾ ഉണ്ടാക്കുക, ഈ ഭൗതിക ജീവിതത്തിൻ്റെ കുറേ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുക, അതിനുവേണ്ടി സമ്പത്ത് ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് അതിലപ്പുറം ഈ പറയുന്ന രൂപത്തിൽ പടച്ചോൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്നും അതുപോലെ തന്നെ അത് അള്ളാഹുവിനെ വിലക്കിയ അല്ലെങ്കിൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ യാചനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടിയാണ് എന്ന രീതിയിലുള്ള ആലോചനകൾ ഉണ്ടാവുന്നുള്ളത്. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത്, ഇതൊരു ഫർള് കിഫായയാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം കച്ചവടത്തെ പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇത്തരം ജോലികളെയൊക്കെ ഫർള് കിഫായ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഡോക്ടറായ ഒരാൾ, ഒരു എഞ്ചിനീയർ ഒരു സമൂഹത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവുക, ഒരു എഞ്ചിനീയർ ഉണ്ടാവുക, ഒരു കച്ചവടക്കാരുണ്ടാവുക, അത് ഫർള് കിഫായാണെന്ന്. കാരണം ജനങ്ങളുടെ മനുഷ്യന്മാരുടെ ഭൗതികമായ ആവശ്യങ്ങൾ ഏതൊക്കെയാണോ അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഒരു സമൂഹത്തിനകത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഫർള് കിഫായാണ്. ഒരു സമൂഹത്തിൽ അങ്ങനെ ഇല്ല ആളുകളില്ലെങ്കിൽ ആ സമൂഹം മുഴുവൻ കുറ്റക്കാരാകുന്ന സ്വഭാവത്തിലാണ് അത് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ബോധം ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, അമിതമായ ഒരു ഭ്രമം ഇതിനോട് ഉണ്ടായി പോകുന്നത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഇങ്ങനെ ലാഭം ലഭിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോലി എടുക്കുമ്പോൾ കുറേ സമ്പത്ത് കിട്ടുന്ന സമയത്ത് എങ്കിൽ പൂർണ്ണമായിട്ടും അതിലേക്ക് അങ്ങ് പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ സംഭവിക്കെന്താ, ദീനീപരമായ ബാധ്യതകൾ ഉണ്ടാവും, ആരാധനകൾ മാത്രമല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെ വിസ്മരിച്ചു പോകും, അതിന് കൊടുക്കാൻ സമയമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അത് പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കലപ്പയൊക്കെ കുറിച്ച് വളരെ നിരുത്സാഹപ്പെടുത്തി പറയുന്ന ചില ഹദീസുകളൊക്കെ കാണാൻ കഴിയും. ആരുടെയെങ്കിലും വീട്ടിൽ ഈ കലപ്പയുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ അള്ളാഹു നിന്ദ്യത കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരിക്കലും കൃഷിയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വർത്താനമല്ലല്ലോ, മറിച്ച് അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം മറ്റു ചില ഹദീസിലൊക്കെ പറയുന്നുണ്ട്, ഒരു കാലം വരും അന്ന് ഈ കാലികളുടെ വാലും പിടിച്ച് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ജിഹാദും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവരിതിൻ്റെ പിന്നാലെ ഓടും. അതായത് ഇത്തരം ഭൗതികമായ വ്യവഹാരങ്ങളുടെ പിന്നാലെ മാത്രം ഓടുന്നത് ദീനീപരമായ ബാധ്യതകൾ, സാമൂഹിക ബാധ്യതകൾ, അതിലൊക്കെ വീഴ്ച വരുത്തുന്ന ആളുകൾ, അതുണ്ടാവാൻ പാടില്ല. ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് കണക്കുകൾ വളരെ കൃത്യമായി സൂക്ഷിക്കണം എന്നാണ്. ഇസ്ലാം അത് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കണക്കുകളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കച്ചവടത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം വിഷയങ്ങൾ ജോലിയുമായും അധ്വാനവുമായും അതുപോലെ തന്നെ ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വളരെ സവിസ്തരമായി ആ അധ്യായങ്ങളിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ദീനിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാനും അതിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.